വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗത്തിലെ 3-ാമത്തെ ഭാഗമാണ് ഈ എപ്പിസോഡ്. ശ്ലോകം 29 മുതൽ 40 വരെയുള്ള ശ്ലോകഭാഗങ്ങൾ അർത്ഥസഹിതം നമുക്ക് മനസ്സിലാക്കാം. ഈ അധ്യായത്തിൽ നിയതകർമ്മങ്ങളിലൂടെ ഓരോ മനുഷ്യനും മനസ്സിനെ ആത്മോന്നതിയിലേക്ക് നയിക്കാനുള്ള മാർഗങ്ങളാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. കർമ്മങ്ങളെ ചെയ്യുകയും കർമ്മഫലത്തെക്കുറിച്ചുള്ള ആശകളെ ത്യജിക്കുകയും ചെയ്ത് ത്യാഗമനോഭാവം നേടാം എന്നും അതിലൂടെ ആത്മനിയന്ത്രണത്തോടു കൂടിയ സന്യാസത്തിൽ എത്താം എന്നും പറഞ്ഞു തരുന്നു. ഇത് രണ്ടും മനസ്സിൻ്റെ ഉയർന്ന ഭാവങ്ങളാണ്. കർമ്മത്തിൻ്റെ വിവിധ ഘടകങ്ങളെ കുറിച്ച് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു. കർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കർമ്മകാരണമെന്ത്? കർമ്മത്തിന് പ്രേരണ നൽകുന്നതേത്? കർമ്മം ചെയ്യാൻ ആവശ്യമുള്ളവ ഇവയെല്ലാം മനസ്സിലാക്കി തന്നു. മനസ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ്, അതായത് ജ്ഞാനത്തിനനുസരിച്ചാണ് ഓരോ കർത്താവും കർമ്മം ചെയ്യുന്നത്. കർത്താവിനെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ബുദ്ധിയും അതിനുള്ള മനഃശക്തിയെ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തെ തരുന്ന ധൃതിയുമാണ്. മനസ്സിൻ്റെ ഉറച്ച നിലപാടാണ് ധൃതി. ബുദ്ധിയും ധൃതിയും ഗുണങ്ങൾക്കനുസരിച്ച് മാറുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. അതിനെ വേർതിരിക്കുകയാണ് ഇവിടെ. ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികീ. അല്ലയോ അർജുന, ധാർമ്മികമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ചെയ്യാൻ പാടില്ലാത്തവ ഏതാണ്? ഏതിനെ ഭയപ്പെടണം? ഏതിനെ ധൈര്യമായി നേടണം? കർമ്മബന്ധത്തിനുള്ള കാരണങ്ങൾ ഏതാണ്? കർമ്മമോചനത്തിനുള്ളവ ഏതാണ് എന്ന് വേർതിരിച്ച് നമുക്ക് അറിവ് തരുന്ന ബുദ്ധിയാണ് സാത്വികി ബുദ്ധി. ഏകാഗ്രതയോടെ ഈശ്വരാർപ്പണമായി ഇന്ദ്രിയ മനോനിയന്ത്രണത്തോടെ നിയത കർമ്മങ്ങളെ ചെയ്യാനുള്ള ഉറച്ച മനനിശ്ചയമാണ് സാത്വിക ധൃതി. സാത്വിക ഗുണത്തിലൂടെ സാത്വിക ജ്ഞാനം ലഭിച്ചവന് മാത്രമേ സാത്വികി ബുദ്ധിയും ധൃതിയും പ്രകാശിക്കുകയുള്ളൂ. അർജുന, ധർമ്മം അധർമ്മം പ്രവൃത്തി നിവർത്തി ഇവയെ തെറ്റായി മനസ്സിലാക്കി തരുന്ന ബുദ്ധി രാജസി ബുദ്ധിയാണ്. ഈ ബുദ്ധി മനസ്സിന് തെറ്റായ കാര്യങ്ങളിൽ, അതായത് അർത്ഥകാമങ്ങളിൽ ആസക്തി ഉണ്ടാക്കി തീരാത്ത ആഗ്രഹങ്ങളിൽ മനോബുദ്ധികളെ ഉറപ്പിക്കുന്നു. ഇതാണ് രാജസധൃതി. തുടർന്ന് താമസബുദ്ധി, താമസധൃതി ഇവയെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. അർജുന, അജ്ഞതയും അവിവേകവും കൊണ്ട് എല്ലാ കാര്യങ്ങളെയും തെറ്റായി മനസ്സിലാക്കി തരുന്ന ബുദ്ധി താമസബുദ്ധിയാണ്. താമസബുദ്ധിയുള്ള കർത്താവിനെ പ്രമാദം, ഉറക്കം, ഭയം, ദുഃഖം ഇവയിൽ മനസ്സ് ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അജ്ഞതയിലും മനസ്സതയിലും മനസ്സുറച്ചിരിക്കുന്ന ബുദ്ധിയുള്ളവൻ, അവന് കിട്ടുന്ന ഉറപ്പ് താമസധൃതിയാണ്. അവന് ഉറച്ച മനസ്സുണ്ടാവുകയേയില്ല. അപ്പോഴപ്പോൾ തോന്നുന്നതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധി, ധൃതി ഇവയുടെ പ്രേരണ കൊണ്ട് കർത്താവിന് ലഭിക്കുന്ന സുഖം 3 വിധം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു.
സുഖം ത്വിദാനീം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാദ്യമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം. നിരന്തരമായ ഈശ്വര സ്മരണം കൊണ്ട് മനഃശുദ്ധി നേടി സാത്വിക ഗുണത്താൽ ഉണ്ടാകുന്ന സാത്വിക ജ്ഞാനം, സാത്വിക കർമ്മം ഇവ ചെയ്ത് ഉറച്ച സാത്വിക ബുദ്ധി, സാത്വിക ധൃതി ഇവയുടെ പ്രേരണയാൽ ധാർമ്മിക ജീവിതം നയിച്ച് വിഷമവും ദുഃഖവുമുള്ള പാതയിൽ മുന്നേറി ജീവിത വിജയം നേടി അമൃതതുല്യമായ ആത്മസുഖം അനുഭവിക്കുന്നു. അത് സാത്വിക സുഖമാണ്. രാജസീ സുഖത്തിനെ പറ്റി പറയും. ഇന്ദ്രിയ സുഖങ്ങളിൽ ഭ്രമിച്ച രാജസജ്ഞാനത്തോടും ഇളക്കമുള്ള ബുദ്ധിയോടും കൂടി തീരാത്ത ആഗ്രഹങ്ങളിൽ മുഴുകി സുഖമനുഭവിക്കുന്നതാണ് രാജസി സുഖം. ആദ്യം അമൃത് പോലെ മാധുര്യമുള്ളതും ഒടുവിൽ വിഷമായി തീരുന്നതുമായ സുഖം രാജസി സുഖം. താമസി സുഖം അറിവില്ലാതെ മൂഢധാരണകളോടും ഉറച്ച മനോബുദ്ധികളില്ലാത്ത നിദ്ര, ആലസ്യം ഇവയിൽ സുഖം കാണുന്നവൻ താമസി സുഖം അനുഭവിക്കുന്നു. ഇങ്ങനെ സാത്വികി ബുദ്ധി, സാത്വികി ധൃതി ഇവയെക്കുറിച്ച് മനസ്സിലാക്കി ഇതിലൂടെ ലഭിക്കുന്ന ആത്മോന്നതി, ആത്മസുഖം ഇവയെ നേടാനായി നമുക്ക് സാത്വിക ബുദ്ധി, സാത്വിക ധൃതിയെ വളർത്താൻ നമുക്ക് ശ്രമിക്കാം. ആത്മാവിനെ അറിഞ്ഞ് അനുഭവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ.